ഒരാൾ മാത്രം വേറിട്ട് തെറിച്ചു നിൽക്കുന്നില്ലേ? ഓവറായല്ലേ ശ്രദ്ധിക്കുന്നത്? ഞാൻ ഓവറാണെന്ന് വിശ്വസിക്കുന്നില്ല. ഇത്രയും സട്ടിലായിട്ടിരിക്കുന്ന ഈ മനുഷ്യൻ പടത്തിൽ എങ്ങനെയാന്ന് കണ്ടിട്ടില്ലല്ലോ. പുലിയുടെ കോട്ട്. സാർ, നമുക്ക് നാസയിൽ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അറേബ്യൻ സീയിൽ ഒരു UFO പതിച്ചു എന്നാണുള്ളത്. ഇതിൽ ഏലിയൻ ഉണ്ട്. പ്ലൂട്ടോയില് ഒരു ഏലിയൻ വരുന്നു, നിങ്ങളെ സഹായിക്കാൻ വരുന്നു. ഏലിയൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്താ പറയുക ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ പ്ലൂട്ടോനെ പറ്റി നടക്കുന്നത്. ആ ചർച്ച നിങ്ങൾ കേട്ടിരുന്നോ? പറഞ്ഞുതരുമോ? ഇതൊക്കെ തന്നെ. ഞാൻ കുറച്ച് മുന്നേ നിഖാലും സുബിൻ അൽത്താഫിക്കോടൊക്കെ സംസാരിച്ചപ്പം നീരജേട്ടനായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഞങ്ങൾ കല്യാണരാമന്റെ സീനൊക്കെ പറയുമ്പോഴത്തേനും നീരജേട്ടൻ ഇംഗ്ലീഷ് മൂവിയൊക്കെ വെച്ചാണ് ആ സീൻ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. അവർക്ക് പേടിയാണ്. നീരജ് മാധവനോട് മിണ്ടാനായിട്ട് പേടിയാണ് ആ പിള്ളേർക്ക്. ആളുകൾക്ക് അത്ര അറിയില്ലെങ്കിലും അങ്ങനെ ഒരു വശം അമ്മാര് ഭയങ്കര വില്ലന്മാരാട്ടോ. അഭിനയിച്ച് നന്നായി. മറ്റേ ഇങ്ങനെ ഈ പാവമായിട്ട് നിക്കുകയാണ് ഇങ്ങനെ. അയ്യോ, ഇപ്പൊ നീരജ് ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു സ്പെക്സ് വെച്ചോട്ടെ വേണ്ട, ഇത് ഓവർ ആവോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നീരജ് ഓൾറെഡി നല്ല വെല്ലിനേക്കാൾ എപ്പോഴും ഡ്രസ്സിങ് സ്റ്റൈലിലാണ്. ഭയങ്കര ഇപ്പൊ ഇങ്ങനെ ഡ്രസ്സിങ് സ്റ്റൈൽ ഞാൻ ഉത്തരം പറയാം. ഞാൻ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. കാലം അങ്ങനെ ആയിരുന്നു. ജഡ്ജിങ് ഒക്കെ തെറ്റായിരുന്നു പിന്നല്ലേ മനസ്സിലായി. 10-12 വർഷം മുന്നേ ഞാനും ധ്യാനം കൂടിയിരുന്ന പിന്നെ ഒരുപാട് ജഡ്ജ് ചെയ്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. നല്ലതെന്ന് ഞാൻ പറയും. ഐഡിയ ഉണ്ട്, അതൊന്ന് ഡെവലപ്പ് ചെയ്യണം. മറ്റേ 6 പാക്ക് ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എന്റെ ഷോയിലുള്ളത് പ്ലൂട്ടോ എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നിങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട അജു ചേട്ടൻ, നീരജ് മാധവ്, അർഷ ആൻഡ് നിംന. നമസ്കാരം. ഓക്കെ, ഇതിൽ ഒരാളെ മാത്രം അജു ചേട്ടൻ കുഴപ്പമില്ല കേട്ടോ, ബഹുമാനം, റെസ്പെക്ട് ആണ്. ആയിരിക്കട്ടെ. ഓക്കെ, ഇതില് ഇത്രയും പേര് ഇങ്ങനെ നിൽക്കുമ്പോ ഒരാൾ മാത്രം വേറിട്ട് തെറിച്ചു നിൽക്കുന്നില്ലേ? നടുക്കിരിക്കുന്ന രണ്ടുപേരും നല്ല ഗ്രാൻഡ് അല്ലെ? നടുക്കിരിക്കുന്ന രണ്ടുപേരും നല്ല ഗ്രാൻഡ് ആയിട്ടും സൈഡിൽ ഇരിക്കുന്ന രണ്ടുപേരും നല്ല സട്ടിലായിട്ട് സിമ്പിൾ ആയിട്ടും വന്നിരിക്കുന്നു. അതിന്റെ ബാലൻസിങ് കുറച്ച് ഓവറായല്ലേ ശ്രദ്ധിക്കുന്നത്? ഞാൻ ഓവറാണെന്ന് വിശ്വസിക്കുന്നില്ല. എനിക്ക് അങ്ങനെ തോന്നലുള്ളൂ. ഞാൻ എന്റെ കാര്യമുള്ളൂ. ഓക്കെ, പ്ലൂട്ടോയില് നിങ്ങൾ രണ്ടുപേരാണോ കുറച്ച് ഓവറായിട്ട് നിൽക്കുന്നത്? ഞാനല്ല, അല്ല, എന്തായാലും നീരജ് മാധവ് ഓവറാണ്. അതെ അല്ലേ? നീരജ് ഇവര് രണ്ടുപേരും നിങ്ങളുടെ കണ്ണുകളിൽ എന്റെ കണ്ണ് അറ്റത്തിരിക്കുന്ന ആള് നല്ല അതെ ഒട്ടും ഓവറല്ല കേട്ടോ. ഇതെന്താണ് പ്ലൂട്ടോയിൽ എന്തൊക്കെയാ നടക്കുന്നേ? ഇത്രയും സട്ടിലായിട്ടിരിക്കുന്ന ഈ മനുഷ്യൻ പടത്തിൽ എങ്ങനെയാന്ന് കണ്ടിട്ടില്ലല്ലോ. പുലിയുടെ കോട്ട്, ആനിമൽ പ്രിന്റ് കോട്ട്, മറ്റേ മൊട്ടത്തല. ശിക്കാരി ശമ്പുമായിട്ടും വരുന്നുണ്ടോ? നീരജിനും ആദിത്യനും അവർക്ക് ഇഷ്ടമുള്ള കളർഫുൾ ആയിട്ടുള്ള എല്ലാ സാധനവും ഈ പടത്തിൽ പരീക്ഷിച്ചു. ഓക്കെ, തെറിച്ചിരിക്കുന്നത് അല്ലേ? വെറൈറ്റി കോസ്റ്റ്യൂംസ് എല്ലാം എക്സാജറേറ്റഡ് ക്യാരക്ടേഴ്സ് ആണ്. ഒരു കോമിക് ബുക്കിൽ നിന്ന് ഇറങ്ങി വന്ന പോലത്തെ കഥാപാത്രങ്ങളാണ്. ഇതൊരു നമ്മള് ഒരു ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ പടമാണ്. അപ്പൊ നമ്മളിപ്പോ ഭയങ്കര ലോജിക്കോ അല്ലെങ്കിൽ ഭയങ്കര സൈഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സൈഫൈ കോമഡിയാണ്. അപ്പോ മോർ ലൈക്ക് കോമിക് ബുക്ക് ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അതിന്റെ രീതിയിലാണ് നമ്മൾ പാലറ്റും അതിന്റെ ട്രീറ്റ്മെന്റും വിഷ്വലും ഒക്കെ പോയിരിക്കുന്നത്. സീരിയസ് ആയിട്ടുള്ള മനസ്സോടെ വന്ന് ഈ പടം കാണാൻ പാടില്ല അല്ലേ? ആ ഒരു ലൈറ്റ് ഹാർട്ട് ആയിട്ട് വന്ന് കാണണം. സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ അവരോട് അങ്ങനെ ഒരു പക്ഷെ ഇത് കാണുമ്പം സീരിയസ് അല്ലാതെ ആയിക്കോളും. ഓക്കെ, ഇതിൽ ഏലിയൻ ഉണ്ട്. പ്ലൂട്ടോയില് ഒരു ഏലിയൻ വരുന്നു, നിങ്ങളെ സഹായിക്കാൻ വരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്താ പറയുക ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ പ്ലൂട്ടോനെ പറ്റി നടക്കുന്നത്. ആ ചർച്ച നിങ്ങൾ കേട്ടിരുന്നോ? ഇല്ല, പറഞ്ഞുതരുമോ? ഇതൊക്കെ തന്നെ.
ഏലിയൻ ഇറങ്ങുന്നു എന്നൊരു ക്യാമ്പയിൻ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയ നടക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചു എന്താ ഏലിയൻ ഇറങ്ങുന്നു എന്ന്, പിന്നെയാണ് അറിഞ്ഞത് പ്ലൂട്ടോ മൂവി റിലീസ് ആവാൻ പോവാന്ന്. ഇപ്പൊ ഏലിയൻ എന്ന ഒരു കഥാപാത്രത്തിലൂടെ അൽത്താഫ് വരുന്നു, അതിലെ കുറച്ച് പേരൊക്കെ സഹായിക്കാനായിട്ട്. അപ്പൊ ഏലിയൻ എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ കുറച്ച് ഒരു കഥാപാത്രം ഉണ്ട്. ഇപ്പൊ കോയി മിൽ ഗയ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി മൂവിയാണ് ചെറുപ്പത്തിലേ നമ്മൾ കണ്ടുവച്ചേക്കണേ. നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ അതാണ് അല്ലേ. അപ്പൊ അതിനെ വെല്ലാൻ പറ്റുന്ന ഒരു ഏലിയൻ ആയിട്ടാണ് പ്ലൂട്ടോ വരുന്നത്. അല്ല, ഒറ്റ വാക്കി പറയല്ലേ. അങ്ങനെ ഒന്നിനെയും വെല്ലാനുള്ള ശ്രമമേ നമ്മള് ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് ഞങ്ങളുടെ ഒപ്പം ഇറങ്ങുന്ന പടം ഏതാണെന്നറിയോ? ഏതാ? ഖലീഫയാണോ? ഖലീഫ ഓഗസ്റ്റിലാണോ? ടോമിന്റെ പടം ഹോളണ്ട്. സ്പൈഡർമാന്റെ ഒപ്പമാണ് നമ്മളെ ക്ലാഷ് റിലീസ്. വേറെ ആർക്കുണ്ട് ഇതിന് ധൈര്യം? ഓ, സ്പൈഡർമാന്റെ ഒപ്പാണോ? ടോം എന്ന് പറയുമ്പോ ഞാൻ വെച്ചാൽ എന്നോട് 12 ടോം, പിന്നെ ടോം ഇമ്മട്ടി ഉണ്ട്. ടോം ഇമ്മട്ടി, ടോം ഹോളണ്ട്. അതല്ല, ഈ സ്പൈഡർമാന്റെ ഒക്കെ പ്രൊമോഷൻ ചെയ്ത് വെച്ചേക്കുന്ന ആരാ? ലയണൽ മെസ്സി ഒക്കെയാണ് അതിന്റെ പ്രൊമോയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പ്ലൂട്ടോയില് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് അല്ലെ സ്പൈഡർമാനെ നമുക്ക് വെല്ലാം പറ്റട്ടെ. ലക്ഷ്മി അമ്മാളിനെ ഇറക്കുന്നുണ്ട് റിലീസിന് വേണ്ടി. ഓക്കെ, അത് ഇറക്കാം, നമുക്ക് മാളി കൊണ്ടുവരാം, എന്നിട്ട് സെറ്റ് ആക്കാം. നിമ്മയുടെ പേര് എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. ഞാൻ ആദ്യം എന്നൊക്കെ ഇട്ട നിമ്മനെ കാണുമ്പോ തന്നെ അറിയാം ഇത് ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ നല്ലൊരു ഒതുങ്ങിയ ഒരു വേറെ ഒരു ലുക്ക്. എന്താണ് പറ്റി അജേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ സ്കൂളിൽ ഗസ്റ്റ് ആയിരുന്നു അപ്പൊ അവിടെ പോയിട്ട് ഇത് ഹെയറിനെ പറ്റിയൊക്കെ പറഞ്ഞോടെ. ബാർബിയാ? നമ്മള് അതുപോലത്തെ മുടിയൊക്കെ വെച്ചിട്ടില്ല. ഹാർലി ക്വിന്നാ, ബാർബി അല്ല. അതൊരു ബാർബി പോലെ അത് ഏത് ക്വിൻ? നമ്മള് കണ്ടേക്കുന്നു അല്ലേ? ഇവിടെ കൊച്ചു പറയുന്നു ആനുവൽ ഡേക്ക് വന്ന അജിച്ചേട്ടൻ നിമ്നേനെ പറ്റി കൊറേ ഇങ്ങനെ പറഞ്ഞു, ക്യാരക്ടർ കണ്ടാ നെട്ടിലൊക്കെ. നിമ്നയുടെ അഭിനയത്തെ പറ്റിയൊക്കെ അജിച്ചേട്ടൻ പറഞ്ഞപ്പോ സ്കൂളിൽ ഭയങ്കര സ്റ്റാർ ആയി. ഇനി അപ്പൊ എല്ലാരും ചോദിക്കില്ലേ അതുപോലൊക്കെ തന്നെ ആവണം സ്ക്രീനിൽ നിന്നൊക്കെ എല്ലാരും ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കാറുണ്ടോ? ആ സ്കൂളിൽ എല്ലാരും സിനിമ കാണും. ശരിയാ, സപ്പോർട്ടാണ്. സപ്പോർട്ടാട്ടോ. സത്യം പറയാലോ, ഇത്രയും കലാപരമായി ആ സ്കൂൾ ഫങ്ഷൻസ് എന്തിനാ ചെയ്യുന്നറിയോ? പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരി അവിടെ ഒരു ഇത് നിറയെ ഷീൽഡാ. അവിടുത്തെ യുവജനോത്സവം എല്ലാം ആ സ്കൂള് ഫോക്കസ് ചെയ്യുന്ന തന്നെ കലാപരമായി കുട്ടികളിൽ എന്തൊക്കെ കഴിവുണ്ടോ അതിനെ ഡെവലപ്പ് ചെയ്യണം. അത് ഭയങ്കര ഭാഗ്യം കേട്ടോ. ഓ ഓക്കെ, അത്രയും സപ്പോർട്ടീവ് ആയതുകൊണ്ട് അതിൽ തന്നെ. ഓക്കെ, മൂവി തന്നെ പാഷനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ നിമ്ന? എങ്ങനെയാണ് ഫ്യൂച്ചറിൽ ഇങ്ങനത്തെ മൂവീസ് ഒക്കെ? ഇപ്പം ഇതെനിക്കൊന്ന് തേർഡ് ആണോ സെക്കൻഡ് മൂവി വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മൂവി തന്നെ ആയിരുന്നു ചെറുതിലേ മുതലേ ഒരു എയിം ഗോൾ എന്നൊക്കെ പറയുന്നത്? മൂവിയില് ജസ്റ്റ് ഒരു സീനെങ്കിലും ഇങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ സിസ്റ്റേഴ്സ് ഇങ്ങനെ റീൽസ് ഒക്കെ ഇട്ട് തുടങ്ങി. എന്റെ ചെറുപ്പത്തില് എന്നെ വെച്ചിട്ട് എനിക്കറിയില്ലായിരുന്നു എനിക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്, അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ റീൽസ് ആക്ടിങ് ഞാൻ ഇങ്ങനെ ചെയ്തു തുടങ്ങി റീൽസിലൂടെ. പിന്നെ അതങ്ങനെ ഹിറ്റ് ആവാൻ തുടങ്ങി. പിന്നെ പ്രൊഫൈല് കണ്ട് ഇങ്ങനെ മൂവിലോട്ട് കോൾ വന്ന് അങ്ങനെ പ്ലൂട്ടോയിൽ എത്തി നിൽക്കുന്നതല്ലേ? ഓക്കെ, ഞാൻ കുറച്ചു മുന്നേ നിഖാലും സുബിൻ അൽത്താഫിക്കോടൊക്കെ സംസാരിച്ചപ്പം നീരജേട്ടനായിട്ട് സംസാരിക്കാൻ പറ്റില്ല, ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഞങ്ങൾ കല്യാണരാമന്റെ സീനൊക്കെ പറയുമ്പോഴത്തേന് നീരജേട്ടൻ ഇംഗ്ലീഷ് മൂവി ഒക്കെ വെച്ചാണ് ആ സീൻ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. നീരജ് മാധവനോട് മിണ്ടാനായിട്ട് പേടിയാണ് ആ പിള്ളേർക്ക്. ഏത് പിള്ളേരത്? അൽത്താഫ് സുബിൻ ഭയങ്കര ഇന്റലക്ച്വൽ ആയിട്ടുള്ള പേഴ്സൺ ആണ് നീരജ് മാധവ് എന്നാണ് അൽത്താഫിക്കൊക്കെ പറഞ്ഞത്. ആളുകൾക്ക് അത്ര അറിയില്ലെങ്കിലും അങ്ങനെ ഒരു വശം എനിക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഒരു വിലയില്ലാതെയുള്ള ആ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ അത് എനിക്ക്
അതിപ്പോ ക്യാമറയ്ക്ക് മുന്നിലോട്ട് ഞാൻ കൊണ്ടുവരാറില്ല ആവശ്യം. ഓക്കെ. പറഞ്ഞു പഠിപ്പിച്ചൊക്കെ പിള്ളേർ നന്നായി പറഞ്ഞു. എല്ലാം ഏൽപ്പിച്ച പോലെ പറഞ്ഞിട്ടുണ്ട്. നിഖാല് പറയാ നീരജേട്ടനായിട്ട് ഇങ്ങനെ അടുക്കാൻ പേടിയാവുന്നു. ഇത് കള്ളത്തിനല്ല, ഇത് തൊട്ടൊരു ഇന്റർവ്യൂ പറഞ്ഞ. കാരണം ചേട്ടൻ ഭയങ്കര ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ ആയിട്ട് പറയുമ്പോ നമ്മൾ ആ മൂവീസ് ഒന്നും കണ്ടിട്ടില്ല. എന്തോ പറഞ്ഞു എന്നെ പേടിപ്പിച്ചു. സ്ക്വാഡ്. അതെ. നീരജേട്ടൻ എന്താ എല്ലാവർക്കും ഇങ്ങനെ ഒരു പേടി സംസാരിക്കാനൊക്കെ? അത് അവര് പിന്നെ അമ്മമാര് ഭയങ്കര വില്ലന്മാരാട്ടോ. അഭിനയിച്ച് നന്നായി. മറ്റേ ഇങ്ങനെ ഈ പാവമായിട്ട് നിക്കുകയാണ് ഇങ്ങനെ. അയ്യോ. സൈഡ് നമുക്കറിയാവുന്ന അവരുടെ സൈഡ് പറഞ്ഞു. നീരജേട്ടന്റെ ഈ സൈഡ് വെളിപ്പെടുത്തിയല്ലോ, ഞാൻ അവരുടെ സൈഡും കൂടെ പറഞ്ഞു. അല്ല അങ്ങനെ ഇംഗ്ലീഷ് പടം കാണുമെന്നോ? ഇംഗ്ലീഷ് പടം അവർ കല്യാണരാമന്റെ ഒരു സീൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നീരജേട്ടൻ പറഞ്ഞു, അത് ഏത് പടമെന്ന് എനിക്കറിയില്ല കേട്ടോ. നീരജേട്ടൻ പറഞ്ഞത് ഏതോ ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ ഒരു സീൻ എടുത്തിട്ടപ്പം അവർക്ക് പേടിയായിപ്പോയി. അങ്ങനെ പേടിയായിപ്പോയി. അതിന് പേടിക്കേണ്ട കാര്യം എന്താ? അവര് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇനി നീരജേട്ടനായിട്ട് അധികം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ സ്റ്റേറ്റ് CBSE ഇങ്ങനെ തന്നെ ഉപയോഗിച്ചല്ലേ? സ്റ്റേറ്റ് CBSE സിലബസ് പഠിച്ചിട്ടുള്ള ആളാണ്. ഇംഗ്ലീഷ് പടങ്ങൾ കാണാറുണ്ട്, പക്ഷെ ഈക്വലി മലയാളം പടങ്ങളും കാണാറുണ്ട്. പിന്നെ കല്യാണരാമനൊക്കെ നമ്മുടെ മെയിൻ പടമല്ലേ. ഇപ്പൊ നമ്മളിത് ഇതെടുക്കുന്ന സമയത്ത് നമ്മള് CID മൂസ പോലെ എന്ന് പറയുന്നില്ല, പക്ഷെ CID മൂസയൊക്കെ ആക്ച്വലി ആ പടം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും ഇത്. ഉദ്ദേശിക്കുന്നത് ആ സിനിമ നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഗഗനചാരി ചെയ്യുമ്പോഴും അതിലൊരു ഡയലോഗ് നമ്മൾ അതിൽ തന്നെ ഉണ്ട്, അതിൽ നിന്ന് എടുത്തതുണ്ട്. അതെ അതെ. ഇപ്പൊ നമ്മുടെ ഗഗനാചാരിയിൽ ഇങ്ങനെ ഒരു ഏലിയൻ ഒരു കഥാപാത്രം അതിലൊരു ഡയലോഗ് ഇതാ, ആ ഏലിയൻ മേളിൽ ശരിയാ இந்த CID മൂസ കാണുവാണോ? നമ്മുടെ ലവൂഷന് നമ്മൾ CID മൂസ ഇപ്പോഴും കിടന്ന് ഇപ്പൊ അൽത്താഫിക്ക് ആയിട്ടുള്ള ഏലിയൻ ആയിട്ടുള്ള ഒരു നിങ്ങളുടെ ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയായിരുന്നു? കാരണം ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നത് നീരജ് ആൻഡ് അൽത്താഫ് ആയിട്ടായിരിക്കുമല്ലോ. അപ്പം അൽത്താഫിക്കയുടെ അറിയാലോ, ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രകൃതം, അധികം അല്ലെ ഭയങ്കര ഡിസിപ്ലിൻ, ഭയങ്കര പാവം തോന്നുന്നു. ഇരിക്കടെ ഇരിപ്പ് കണ്ടാൽ തന്നെ നമുക്ക് പാവം തോന്നുന്നു. ഇതെന്താ അലാറ് ആരുടെ അടിക്കുന്നത്? ഒരു ബോംബ് വെച്ചിട്ടുണ്ട് റൂമിൽ വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയായിരുന്നു? അത് പുള്ളി മേടിത്തരുമ്പോ ഞാൻ മേടിക്കും, അതേപോലെ തിരിച്ച് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. അല്ല, ആ ഒരു വർക്ക്ഔട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഏലിയൻ ആയിട്ട് തന്നെയാണല്ലോ. അപ്പൊ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്ന് ഇറങ്ങുന്ന ഒരു കഥാപാത്രമായിരുന്നല്ലോ. അപ്പൊ നിങ്ങളുടെ രസകരമായ ബേസിക്കലി ഇതിനകത്തുള്ള കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളി ഇറങ്ങുമ്പം ഏലിയൻ ആയിട്ടാണല്ലോ വരുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു സെഗ്മെന്റിൽ ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇല്ല. പുള്ളി വേറൊരു ഭാഷ ഒന്നും സംസാരിക്കാത്ത ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് ഫിസിക്കൽ ഹ്യൂമറാ. അപ്പൊ നമ്മളത് ട്രൈ ചെയ്ത് പല സാധനങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് ഇപ്പൊ പുള്ളി വേറെ ബോഡി ലാംഗ്വേജ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് റൂമിലിരിക്കുമ്പോ വേറൊരു ജീവി ഇരിക്കുന്ന പോലെയാണ്. അത് അൽത്താഫ് എന്നുള്ളൊരു ആംഗിളിലല്ല ഇതിനകത്ത് അൽത്താഫിനോടുള്ള ഇന്ററാക്ഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് അതിന്റെ കാരണം. പുള്ളിയുടെ സ്ഥിരം മറ്റേ കൗണ്ടേഴ്സും പരിപാടികളൊക്കെ ഒരു ലേറ്റർ സ്റ്റേജിൽ വരുന്നുണ്ട്, കുറെ കൂടെ മനുഷ്യന്മാരെ പോലെ സംസാരിച്ച് തുടങ്ങുന്ന ഒരു സ്റ്റേജിൽ. പക്ഷെ അതിന് മുന്നേ ഒരു കാരിക്കേച്ചർ അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ ക്യാരക്ടർ നിൽക്കുന്ന പോലെയാണ് പുള്ളി നമ്മളൊപ്പം നിൽക്കുന്നത്. ചെവിയും കൈയൊക്കെ ഉണ്ട്. അപ്പൊ ചെവിയും കൈ എക്സ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗ്ലൗസും പിന്നെ ഹെഡ്ഫോൺസ് ഒക്കെ ഇട്ടിട്ടാ പുള്ളി കൊണ്ടു നടക്കുന്നത്. അപ്പൊ പുള്ളി മൊത്തത്തിലൊരു മറ്റേ പച്ചക്കുതിര പോലത്തെ ഒരു ലുക്കിലാണ്. അങ്ങനെയല്ല, വേറൊരു ബോഡി ലാംഗ്വേജിലാണ് ഒരു. അപ്പൊ അൽത്താഫ് എന്നുള്ള ഒരു ആംഗിൾ നമുക്ക് അവിടെ എനിക്ക് പെർഫോം ചെയ്യുമ്പോ കിട്ടുമായിരുന്നില്ല. വേറൊരു പ്ലൂട്ടോ എന്നുള്ള ഒരു മൂഡായിരുന്നു. അതാണ് അൽത്താഫിക്ക് പറഞ്ഞത് ഭയങ്കര പാടുപെട്ടു ഈ ഒരു ക്യാരക്ടർ ചെയ്തെടുക്കാനായിട്ടെന്ന്. കോസ്റ്റ്യൂം ആയാലും അതെ 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 കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് പറഞ്ഞത്. ഇപ്പം അജിചേട്ടൻ ആൻഡ് നീരജ് മാധവ് എടുത്തു നോക്കുമ്പോ നിങ്ങൾ എന്താ ഒരു വടക്കൻ സെൽഫിയിലുണ്ട്, കുഞ്ഞിരാമായണത്തിലുണ്ട്, അടികപ്പേര് കൂട്ടുമണി, ഇപ്പൊ ലാസ്റ്റ് ലവകുശയിലുണ്ട്, ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് അല്ലെ ലാസ്റ്റ് നിങ്ങളുടെ ആ ഒരു അതെ. അപ്പം പ്രണയം എല്ലാം മിക്കടുത്ത് നിങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു കോമ്പിനേഷൻ ഭയങ്കരമാണ്. അപ്പം ഇതിലേക്ക് വരുമ്പോൾ വീണ്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുകയാണ്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എടുത്തു വെച്ചേക്കുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ. നമ്മളെല്ലാവർക്കും ആ ഒരു വെബ് സീരീസ്
പപ്പേട്ടൻ പപ്പേട്ടനെ എല്ലാരും ഏറ്റെടുത്തതാണ്. അതുപോലെ തന്നെ വിനോദ് അല്ലേ? വിനോദ് നീരജിന്റെ കഥാപാത്രമായാലും. അപ്പൊ ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു അജിഷേട്ടാ നീരജിനെ പറ്റി പറയുന്നത്? നീരജിനെ പറ്റി അജിഷേട്ടൻ എപ്പോഴും പറഞ്ഞ ഒരു ബ്രദർ 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 എന്നാണ്. പ്ലൂട്ടോയിൽ എത്തി നിൽക്കാണ്. ഒരുപാട് മൂവീസ് നിങ്ങൾ ഒരു ഇതില് വില്ലനാ. വില്ലനാണ്, ഇതിലാണ് ശത്രുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ നീരജ് ബാധമായിട്ടുള്ള ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു മൊമെന്റ് ഒരു മെമ്മറി ഷെയർ ആക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും അഭിഷേകം പറയുന്നത്? ഇതിൽ എനിക്ക് ആസ് ആൻ ആക്ടർ നീരജിന്റെ എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നീരജിന് ഡാൻസ് ചെയ്ത് ഞാൻ കാണുന്നത് വളരെ കുറവാണ്. കാര്യം ഡാൻസ് അറിയാവുന്ന ആൾക്കാർ സാനി അടുത്ത് ഈ അടുത്ത് ഞാൻ ഒരു സിനിമ തമിഴിൽ സാനിയുടെ കൂടെ വർക്ക് ചെയ്യുമായിരുന്നു. ഒരു നല്ലൊരു ഡാൻസ് സാനി ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു മലയാളത്തിൽ എന്താ ഡാൻസ് ചെയ്യാത്ത? സെയിം തിങ്. ഇപ്പൊ നീരജ് കുറെ കാലം ഇപ്പൊ ഇതില് നല്ലൊരു നീരജിന്റെ ഡാൻസറിനെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നീരജ് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഏരിയ അത് ഇപ്പോഴേ ഞാൻ പറയുകയാണ്, ഇതിനെ ഹൈപ്പ് ചെയ്യുന്ന ഒന്നല്ല. ഡ്യൂപ്പ് യൂസ് ചെയ്തിട്ടില്ല, റോപ്പ് യൂസ് ചെയ്തിട്ടില്ല. അത് യൂസ് ചെയ്യാതെ രണ്ട് നല്ല അക്രോബാറ്റിക് മൂവ്മെന്റ്സ് ഉണ്ട്. ആ തിയേറ്ററിൽ കാണുമ്പോൾ അത് കാണുന്നവർക്ക് മനസ്സിലാവും. അവർ ഡെഫിനറ്റ്ലി വിചാരിക്കും അത് റോപ്പാണ്. റോപ്പല്ല, അത് എളുപ്പമല്ല ചെയ്യാൻ. അത് ശരിക്കും ഫിസിക്കലി നമ്മൾ നല്ല ഫ്ലെക്സിബിളും അക്രോബാറ്റിക്സ് ഒക്കെ വഴങ്ങണം. സോ അയാളുടെ ശരീരത്തിന് അത് പറ്റും, ഡാൻസറും കൂടെ ആയതുകൊണ്ട് നല്ല ഗ്രേസ്ഫുള്ളി പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു എനിക്ക് ഈ സിനിമയിൽ അത് ആക്ടർ നീരജിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമ അല്ല ഇത്. ഇത് ഫൺ എന്റർടൈൻമെന്റ്, ഇതിന്റെ ഒരു ഓളത്തിൽ പോകുന്ന ഒരു പടം. പെർഫോമർ ആ വേണ്ട ഈ സിനിമയ്ക്ക്. അത് പെർഫോമർ ആണ് ഉള്ളി, ഷോ മാൻ ആണ്. അപ്പം അത് വെൽ ഇതൊരു എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്, എസ്പെഷ്യലി ഈ രണ്ടെണ്ണം. ഓക്കെ, അതാണ് പ്ലൂട്ടോയിൽ എത്തി നിൽക്കുമ്പോൾ എനിക്ക് ക്ലൈമാക്സിലെ പല കാര്യങ്ങളും എനിക്ക് സീൻസ് വൈസ് ഞങ്ങളുടെ കോമ്പിനേഷനിലൊക്കെ ശത്രുത ആയതുകൊണ്ട് ഈ വെല്ലുവിളികളും അതൊക്കെയാണ്. എനിക്ക് ഫേവറേറ്റ് എന്റെ കോമ്പിനേഷൻ സീൻ ഇരിക്കുന്ന ആർഷയുടെ കൂടെ. ഞാനത് എന്താ പറയായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അജുവേട്ടൻ സീനാണ് ജോളോ ചിപ്സ്. ഇവര് ബേസിക്കലി അജുവേട്ടൻ ആർഷയെ ത്രെറ്റൻ ചെയ്യുന്ന ഒരു സീനാണ്. സിനിമ കാണുമ്പോ മനസ്സിലാവും. പക്ഷെ അതിനകത്ത് ബേസിക്കലി ഒരു എലമെന്റ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞ ആ എലമെന്റ് ആഡ് ആയത് ആ സീൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനും എഡിറ്റർ ഉണ്ട് നമ്മുടെ സനത്ത്. അപ്പൊ സനത്ത് പറഞ്ഞു ഒരു സാധനം നമുക്ക് തിന്നാൻ അജുവേട്ടന് കൊടുത്താലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞടാ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ആ സീനിൽ നമ്മൾ ജസ്റ്റ് ഒരു ആ തിന്ന അത് വർക്കാവും. ഒരു ആക്ടറിന് കിട്ടുന്ന ഭാഗ്യമാണ്. ഇപ്പം അങ്ങനത്തെ ഒരു സീൻ കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കത് മുന്നേ പ്ലാൻ ചെയ്ത് കിട്ടില്ല. അത് ഇവർക്കും തോന്നിയത് ഷൂട്ട് തുടങ്ങിയിട്ടാ. അത് എനിക്ക് ഭയങ്കര എന്റെ ലൈഫിനോട് ഞാൻ നന്ദി ഉള്ള ഒരു സീനാണ്. ആ സാധനം തിന്നു കഴിഞ്ഞപ്പം ബേസിക്കലി ആ പെർഫോമൻസിന്റെ മീറ്റർ തന്നെ ഡിഫറെന്റ് ആയി. അപ്പൊ അതാണ് എന്റെ ഫൺ. അത് ഞങ്ങളുടെ കോമ്പിനേഷൻ. ഞാൻ നേരിട്ട് കണ്ടപ്പോലും ഞാൻ എങ്ങനെ ഇത് ചെയ്യുന്നത്, എങ്ങനെ ഇത് പെർഫോം ചെയ്യുന്നത്, ഞാൻ അങ്ങനെ വിചാരിച്ചോണ്ട് നോക്കി നിൽക്കായിരുന്നു. പക്ഷെ മണ്ടത്തിലും അത് രസകരമായിട്ട് ചെയ്യാനും അത് പാടാണ് കേട്ടോ. ഇപ്പൊ നീരജ് ഇപ്പൊ തന്നെ ഇപ്പൊ ഒരു സ്പെക്സ് വെച്ചോട്ടെ വേണ്ട, ഇത് ഓവർ ആവോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നീരജ് ഓൾറെഡി നല്ല വെല്ലല്ല വെല്ലിനേക്കാൾ എപ്പോഴും ഡ്രസ്സിങ് സ്റ്റൈലിലാണ്. ഇപ്പൊ ഇങ്ങനെ ഡ്രസ്സിങ് സ്റ്റൈൽ ഇപ്പൊ ഷൂ ആയിക്കോട്ടെ, ജീൻസ്, കോസ്റ്റ്യൂം എല്ലാം ആയിക്കോട്ടെ, അക്സസറീസ് ആയിക്കോട്ടെ. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ഓവർ ജഡ്ജ് ആവുന്ന എപ്പോഴെങ്കിലും അങ്ങനെ തിങ്ക് ചെയ്തിട്ടുണ്ട്? ഇപ്പോഴും അങ്ങനെ ജഡ്ജ്മെന്റൽ ആണെന്ന് തിങ്ക് എനിക്ക് അത് ഞാൻ ഉത്തരം പറയാം. ഞാൻ ജഡ്ജ് ചെയ്തിട്ടുണ്ട്. കാലം അങ്ങനെ ആയിരുന്നു. ജഡ്ജിങ് ഒക്കെ തെറ്റായിരുന്നു പിന്നല്ലേ മനസ്സിലായി. 10-12 വർഷം മുന്നേ ഞാനും ധ്യാനം കൊണ്ടിരുന്നു. പിന്നെ ഒരുപാട് ജഡ്ജ് ചെയ്തിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടുമ്പോഴേ ഉള്ളൂ, അല്ലാതില്ല. പക്ഷെ അത് അന്നും അതിനെ നെഞ്ചു വിരിച്ച് ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് അതൊക്കെ അക്സെപ്റ്റബിൾ ആയി. ഇന്ന് അത് എൻകറേജ് ചെയ്യുന്ന കാലമായി. അത് ഒരാളുടെ ഫ്രീഡമായി. അപ്പത്തേക്കും ഞങ്ങളും മറുകട്ടം ചാടി.
ഞങ്ങൾ നീരജിന്റെ സൈഡായത് Of course. കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലൊക്കെ നീരജിനെ വിളിച്ചു ചോദിക്കാൻ നല്ല സെൻസ് വേണം. അതെ സെൻസ് വേണം. ഇതറിയോ, ഞാനൊരു അങ്ങനെ പറയില്ല, നമ്മൾ ചെയ്തോണ്ട് പറയില്ല. ലവകുശ എന്ന് പറഞ്ഞ സിനിമയിൽ നീരജിന്റെ പല ഹ്യൂമറുകൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോ ഞാൻ ചോദിച്ചു ഇതൊക്കെ വേണോ, ചെയ്യ്. ഞാൻ വിത്ത് അപ്പോൺ ട്രസ്റ്റ് അല്ലെങ്കിൽ ബന്ധം ഞാൻ ചെയ്യും. പക്ഷെ ഇന്ന് പലരും എന്നോട് ആ ലവകുശയിലെ പല വീഡിയോസ് കട്ട് ചെയ്ത് അയച്ചു തരും. പലരും ലവകുശയിലെ വീഡിയോസ് കട്ട് ചെയ്ത് അയച്ചു തരും. അതിലെ ഹ്യൂമർ അതൊക്കെ നല്ല റീച്ച് കാണുമ്പോ ഞാൻ ഇവനെ വിളിച്ചു പറഞ്ഞടാ, നീ അത്രയും നേരത്തെ സഞ്ചരിച്ച ഒരാളല്ലേ ഈ കാര്യത്തിൽ. സി അതാ. പക്ഷെ അതില് റൈറ്ററും നമുക്ക് അതിന്റെ ഒരു എക്സിക്യൂഷൻ വിചാരിച്ച ലെവലിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല അന്ന്. നമ്മൾ പല കൺസ്ട്രക്ഷൻസ് കാരണം ബഡ്ജറ്റ് പരിമിതികൾ ഞങ്ങളെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ടൈറ്റ് സ്ലിക്ക്, അതെ അതെ, കുറച്ചുകൂടി ടൈറ്റ് ആൻഡ് സ്ലിക്ക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ഞാൻ അതിൽ റൈറ്റർ മാത്രമായിരുന്നു. അപ്പൊ നമുക്ക് പക്ഷെ ഒരുപക്ഷെ ഇനി നമ്മൾ അതിന്റെ ചെയ്യുവാണെങ്കിൽ, അപ്പൊ എന്റെ അടുത്ത് അജുവേട്ടൻ 2-3 പ്രാവശ്യം നമ്മളത് സംസാരിച്ചു. എനിക്ക് വേറൊന്നുമല്ല, അത് പലവട്ടം എന്റെ അഡ്മിൻ ഇങ്ങനെ അയച്ചു തരും. സെക്കൻഡ് പാർട്ട് ചോദിച്ചു ഇങ്ങനെ ഒരു വീഡിയോ കൊളാബ് വന്നിട്ടുണ്ട്, വീഡിയോക്ക് റീച്ച് ഉണ്ടോ, ഭയങ്കര കമന്റ്സും മറ്റേ ഇതുകൊണ്ട് എന്താ വ്യൂവും. ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ നീരജിന്റെ അടുത്തും ചോദിച്ചു എഴുതിക്കൂടെ, എന്നോട് പ്രായമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് ചെയ്യാൻ പറ്റൂല. അതെ, ലവകുശ എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് മൂവിയാണ്. നമുക്ക് എപ്പോ വേണമെങ്കിലും നിങ്ങളുടെ കുറെ സീൻസ്, മണ്ടത്തരം. അതെ കുറെ മണ്ടത്തരങ്ങള് കണ്ടാൽ മണ്ടത്തരം. ഫുള്ള് ഇതുണ്ട്. ഇത് തന്നെ അജുവേട്ടന് അയച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയോ മൂവിത്തെ സീൻസ് ഇതുപോലെ എഡിറ്റ്സ്. ഈ അജുവേട്ടനാണോ കണ്ട എനിക്ക് തരും. ഓക്കെ ഓക്കെ. അതെ, ലവകുശയുടെ ഇപ്പൊ കൊറേ റീൽസ്, ഇപ്പൊ നമ്മൾ തന്നെ ആയാലും യൂട്യൂബിലായാലും നിങ്ങളുടെ ആ സീൻസ് ഒക്കെ അതിൽ പറയുന്നതാണ് ബിജുവേട്ടൻ കണ്ടാൽ മണ്ടന്മാരാൻ തോന്നുന്ന 2 പേര്. അതെ, അല്ല അങ്ങനെ പുള്ളി എഴുതിയത്. ഇവിടെ തന്നെയല്ലേ എഴുതിയത്. എന്ത് ചെയ്യണം വിത്തൗട്ട് എനി ഡൗട്ട് ആയിട്ടാണ് അജു ചേട്ടനെ ഇമ്മീഡിയറ്റ്ലി കാസ്റ്റ് ചെയ്യുമായിരുന്നു എഴുതി കഴിഞ്ഞപ്പോ. ഒരുമിച്ചിരുന്ന് കഥ പറയുമായിരുന്നു. ഞങ്ങള് വിയർച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അജുവേട്ടാ എന്റെ ഒരു ഐഡിയ ഉണ്ട്. കുഞ്ഞിരാമായണത്തിന് സെറ്റില്ല. ആണോ? ഉച്ചക്ക് ഷൂട്ടില്ലായിരുന്നു. ദീപക് നീ ഞാൻ കൂടെ ബിയർ അടിക്കാം, അപ്പോഴാണ് അവനെ കൂടെ പെടുത്താം. ബേസിക്കലി ഒരു അണ്ടർകവർ കോപ്സിന്റെ ഒരു ബഡി പെയർ. അല്ല റഷ് അവർ 21 ജംപ് സ്ട്രീറ്റ് ഒക്കെ പോലുള്ള അങ്ങനെയുള്ള പടങ്ങളുടെ ഫാനായിരുന്നു ഞാൻ. ഞാൻ പറഞ്ഞ അതിന് നാട്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒബ്വിയസ്ലി ദാസൻ വിജയനുണ്ട്. പട്ടണ പ്രവേശം. അപ്പം ആ ഒരു പാറ്റേണിലുള്ള ഒരു സാധനം നമ്മൾ 2 പേരും കൂടെ ചെയ്ത രസമായിരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അജുവേട്ടൻ്റെ അടുത്ത് ആദ്യം പറയുന്നത്. അപ്പൊ അജുവേട്ടൻ അത് കഴിഞ്ഞ് ഇത് നമുക്ക് ആരുടെ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ജമുന പേരി എന്ന് പറഞ്ഞ പടം അഭിനയിച്ചോണ്ടിരിക്കും. അപ്പൊ അജുവേട്ടൻ പറഞ്ഞു, ചേട്ടാ പ്രൊഡ്യൂസറുടെ അടുത്ത്, ചേട്ടാ ഇവന്റെ കയ്യിൽ ഒരു കഥയുണ്ടെന്ന് കേട്ടോ. അപ്പൊ ഞാനത് അങ്ങനെ അവിടെ നിന്ന് എത്തിയിട്ടില്ല പറയണമെന്നൊന്നും. പുള്ളി അപ്പൊ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് ഇരുന്ന് കഥ കേട്ടോ. ഫാസ്റ്റാ അദ്ദേഹം ഇന്ന് നമ്മളോട് ഇല്ല, മരിച്ചു പോയപ്പോ അദ്ദേഹം വളരെ ഫാസ്റ്റ് പടപടേന്നാണ് പ്രൊജക്ട് ഓണായി. അങ്ങനെ ബിജുവേട്ടൻ വരുന്നു. സോ ഇന്ന് ആ സിനിമ കുറെ പേര് അപ്രീഷിയേറ്റ് ചെയ്ത് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ നീരജിനെ വിളിച്ചു പറഞ്ഞു, അന്ന് കുറച്ചും കൂടി അന്ന് അത് കണക്ട് ആവാൻ ഉള്ളൊരു ജനറേഷൻ അല്ലായിരുന്നു. ഇന്നത്തെ ജനറേഷൻ കുറച്ചും കൂടി അതിനെ റിസീവ് ചെയ്ത് കാണുന്നു. ഞാൻ പറഞ്ഞു നിന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആയിരുന്നു. അതെ, എന്റെ കാൽക്കുലേഷൻ എവിടെയും തെറ്റിയിട്ടില്ല. ഇനി ലവകുശ 2 എപ്പോഴായിരിക്കും? എനി പ്ലാനിങ്? എഴുതിയാ നല്ലതെന്ന് ഞാൻ പറയും. അതെ, എഴുത്. ഐഡിയ ഉണ്ട്, അതൊന്ന് ഡെവലപ്പ് ചെയ്യണം. ഓക്കെ. ചേട്ടൻ മറ്റേ 6 പാക്ക് ആയിട്ട് വരുന്ന പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. മേക്ക് ഓവർ ഒക്കെ വേണം. പറഞ്ഞല്ലോ, തടി കുറയ്ക്കാന്ന് പറഞ്ഞല്ലേ. തടി എന്നാലേ എഴുതുള്ളൂ. അജിചേട്ടൻ ഇപ്പൊ ഒരു കംഫോർട്ട് സോണിൽ നിക്കല്ലേ അജിചേട്ടാ, ഇങ്ങനെ തന്നെ ഈ ഒരു ബോഡിയില് അതൊന്ന് കുറഞ്ഞു കാണും. അതൊന്നും അറിയില്ല. എത്ര കിലോ കുറയ്ക്കും? നമ്മള് കണ്ട ഒരേ പ്രായം തോന്നണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ കേട്ടല്ലോ. അതെ, അങ്ങനത്തെ ഞങ്ങൾക്ക് പണ്ടത്തെ അജിചേട്ടനെ ഒന്ന് കണ്ടാൽ കൊള്ളാവുന്നുണ്ട്. അതൊന്നല്ല കേട്ടോ, ഒരു ലക്ഷ്യം കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി. അതെ, അത് ഡെഫിനറ്റ്ലി ഞാൻ പിന്നെ കൊടുക്കുമ്പം നല്ലൊരു പ്ലോട്ട് കറക്റ്റ് ആയിട്ട് ലാൻഡ് ആവും. നമുക്ക് ഫോർ എക്സാമ്പിൾ ആട് നമ്മുടെ ഏറ്റവും വലിയൊരു ധൈര്യമാണ്. ഭരതനാട്യം, ഇതൊക്കെ ആദ്യത്തെ സിനിമ ഫസ്റ്റ് പാർട്ട് അത്രയും സക്സസ്ഫുൾ ആയില്ല എന്നുള്ള ഒരു വാശിയിൽ അവർ സെക്കൻഡ് പാർട്ട് എഴുതിയിട്ടുണ്ട്. മനസ്സിലായി? ആ വാശിയുണ്ട്. ആ വാശി തീർച്ചയായിട്ടും ലവകുശയിലും നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയി അത് വർക്ക് ആവണം എന്നുള്ള 100%
ആഗ്രഹം വാശിയും വേണം. ഓക്കെ അത് ഓർഗാനിക്കലി അത് സംഭവിക്കട്ടെ. ഓക്കെ അതെ ഓർഗാനിക്കലി വരട്ടെ. ആൻഡ് അർഷ, ഇപ്പം നമ്മുടെ ബാക്ക് ടു ബാക്ക് മൂവീസ് എടുത്ത ഒരുപാട് ന്യൂ ഫേസസ് ഇപ്പൊ ആക്ട്രസിന്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് അല്ലെ, ഇപ്പൊ ഒരുപാട് പേര്. അപ്പൊ അർഷനെ തന്നെ ഇപ്പം ഫിലിമിൽ വരാൻ എല്ലാവർക്കും ഈസിയാണ്, കൺസിസ്റ്റന്റ് ആവുക, കൺസിസ്റ്റൻസി ആയിട്ട് നിൽക്കുക എന്നത് കുറച്ച് പാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു ആക്ടർ എന്ന നിലയിൽ അർഷനെ തന്നെ എങ്ങനെയാണ് ഒരു കൺസിസ്റ്റൻസിയിൽ എങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്താൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ ഇൻ യുവർ കരിയർ? പ്ലാനിങ് ഒന്നും ഇല്ല. വിചാരിച്ചിരുന്നു നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയൊക്കെ ആണ് നടക്കുന്നത്, പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ല നടക്കുന്നത്. ഏതോ ഒരു പ്ലാനിങ് ഉണ്ട്, അതിൽ നമ്മളിങ്ങനെ പോവാണ്. അങ്ങനെയാണ് എനിക്കിപ്പോ മനസ്സിലായത്. അല്ല, ഇനി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. നമ്മള് വരുന്ന സ്ക്രിപ്റ്റിൽ നിന്ന് നല്ലത് ചൂസ് ചെയ്യുന്നു, അത് മാത്രമേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ എനിക്കിപ്പോ. അപ്പൊ അതാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും നമ്മളെ ഒരു ആക്ടറായിട്ട് എപ്പോഴും നന്നായി പ്രസന്റ് ചെയ്യുക. ഇപ്പൊ സോഷ്യൽ മീഡിയ അതൊരു വളരെ ഈസി വേ ആണല്ലേ. നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊഫൈലുകളിലൊക്കെ എപ്പോഴും നമ്മള് ഇപ്പൊ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യുക, അങ്ങനെ നമ്മളെപ്പോഴും വളരെ പ്രസന്റബിൾ ആയി വെക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ എപ്പോഴും മനസ്സിൽ വെക്കുന്ന എപ്പോ വേണമെങ്കിലും നമുക്ക് അതായത് നമ്മളെപ്പോഴും റെഡി ആയിരിക്കുക. നമ്മളൊരു ആക്ടറായിട്ട് നമ്മൾ ഫിസിക്കലി മെന്റലി ഒക്കെ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു, അതാണ് ഞാൻ ചെയ്യുന്നത്. ആ ഒരു പോസിറ്റിവിറ്റിയിലൂടെയാണ് അല്ലെ മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, നിന്നിങ്ങനെ മൂവിയിലേക്ക് ഇങ്ങനെ ചുവടെ വെച്ച് വരികയാണ്. അപ്പൊ ഇവരെയൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും സെറ്റില് ഇവരെ അജു ചേട്ടന്റെ സൈഡിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയൊരു ക്വാളിറ്റി ചോദിച്ചാൽ എന്തായിരിക്കും നിന്നെ പറയുന്നത്? ഇച്ചിരി ഉള്ളു, അറിയാനൊന്നും സാധിക്കില്ല. ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ കിട്ടിയ ആർക്കാ? നീരജേട്ടനായിട്ടുണ്ടായിരുന്നോ? ഒരുമിച്ചാണ്. നീരജേട്ടന്റെ ഒരു അടിപൊളി ഒരു ക്വാളിറ്റി പറഞ്ഞേ. അയ്യോ കൊറേ ഉണ്ട്. രണ്ടെണ്ണം പറയണം. ഓക്കെ, നിന്നെ ഈ കൂട്ടി ചെറുതല്ലേ, അപ്പൊ ഒന്നും ചെയ്യില്ല. പറഞ്ഞോ, 2 ക്വാളിറ്റി പറഞ്ഞു. എല്ലാരും ഒരുമിച്ചായിരുന്നു. നിങ്ങളുടെ ഫസ്റ്റ് സീൻ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പക്ഷെ അന്ന് എന്നെ കൊറേ കളിയാക്കി. അല്ല, ആക്ച്വലി പടത്തിലെ ഫസ്റ്റ് സീൻ നിമ്നെ വെച്ചിട്ടാണ് പടത്തിലെ ഫസ്റ്റ് സീനിലും നിമ്നയുണ്ട് അല്ലേ? അപ്പൊ എന്തായാലും പറ, ഒരു രണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ നല്ല കേക്കട്ടെ കൊച്ചൊന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇങ്ങനെ ഫസ്റ്റ് മൂവി അഭിലാഷായിരുന്നു, അതിൽ ഇങ്ങനെ കുറേ ഡയലോഗ്സ് ഒന്നും വരുന്നു. അപ്പൊ അതില് ഫസ്റ്റ് സീൻ ഇങ്ങനെ ആളുടെ ഒപ്പം മൂവിയുടെ ഫസ്റ്റ് ഷൂട്ട്. സോ അങ്ങനെ പോയപ്പോ ഭയങ്കര ടെൻഷനോട് പോയത്. പക്ഷെ നീരജേട്ടൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് പിന്നെ എന്നെ ഇങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ വീട്ടില് ഇങ്ങനെ സംസാരിച്ച് എന്നെ കൂളാക്കി എടുത്തിട്ടായിരുന്നു ഞങ്ങൾ അത് ചെയ്തിരുന്നത്. ഓക്കെ, ഇതിലേതാ ക്വാളിറ്റി ആയിട്ട് എടുക്കട്ടെ? കംഫർട്ടബിൾ ആക്കിയല്ലേ? കംഫർട്ടബിൾ ആയാലും നമുക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഞാൻ ബിഗിനർ ആവുമ്പോ അതൊരു നല്ല ക്വാളിറ്റി. അന്ന് ഇവൾക്കൊരു ടഫ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആയിരുന്നു. അവളൊരു കോസ്റ്റ്യൂം ഇട്ടിട്ട് വന്നിട്ട് അതിന്റെ മുഖംമൂടിയൊക്കെ അഴിച്ചിട്ടൊക്കെ ചെയ്യണം. അപ്പൊ ഇതിന്റെ ഇടയിൽ മുടി ഇവിടെ പോകുന്നു, എല്ലാം കൂടെ. അപ്പൊ നമ്മളത് ബേസിക്കലി സംസാരിച്ച് ഗ്യാപ്പ് കിട്ടുമ്പോ എന്റെ അടുത്ത് പിന്നെ അവൾക്ക് ഫസ്റ്റ് ഡേയുടെ പ്രഷറും എല്ലാം കൂടെ ആയിട്ട് നിൽക്കുകയാണ്. കുട്ടി വിചാരിച്ചാണല്ലോ ഫസ്റ്റ് ഡേ എന്റെ മുന്നിലേക്ക് ക്യാമറ വരൂന്നൊക്കെ അല്ലെ? പേടിച്ചിട്ടാ പോയ. സംസാരിച്ച് എല്ലാവർക്കും സെറ്റ് അടിപൊളി. ഓക്കെ. ആൻഡ് നീരജിന്റെ ഇപ്പൊ സ്റ്റേജ് പെർഫോമർ ആണല്ലോ, റാപ്പർ എന്ന് പറയുമ്പോൾ ഹൈ എനർജിയാണ്. അപ്പൊ ആ ഒരു എനർജി വൈബ് സെറ്റിലുള്ള എല്ലാവർക്കും നൽകാറുണ്ടെന്ന് ഇങ്ങനെ പല ആർട്ടിസ്റ്റുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ തൊട്ട് മുന്നേ ഉള്ള ആൾക്കാർ പറഞ്ഞു നീരജ് ഭയങ്കര ഹൈ ആന്നാ പറയുന്നത്. അതാണ് ഭയങ്കര ഹൈ എനർജിയുടെ പച്ചപ്പോട്ടിലാണോ? ഇതിനകത്ത് സീക്രട്ട് ജ്യൂസ് ആണ്. ഓക്കെ, പ്രോട്ടീൻ ആയിരിക്കും അല്ലേ? കോഫിയാണ്, കോഫിയുടെ പവറാണ്. ഞാനിപ്പോ എനർജി നൽകുന്നത് കുറച്ചു പണ്ടത്തെ അത്ര എനർജി ഇപ്പൊ നൽകാറില്ല. നീരജ് എപ്പോഴും ഭയങ്കര ആക്റ്റീവ്, ഭയങ്കര ജിൽ ആയിട്ട് അങ്ങനെയാണ്. പക്ഷെ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ പിയർ ഗ്രൂപ്പ് ഉള്ള സെറ്റുകളിൽ അത് ഓക്കെയാണ്. പക്ഷെ ചില ആൾക്കാർക്ക് ആ എനർജി ഇന്റിമിഡേറ്റിംഗ് ആയിട്ടും തോന്നാമെന്ന് ഞാൻ പിന്നീട് പഠിച്ചു. അപ്പൊ നമ്മള് എന്താ പറയാ, ചില ആവശ്യമുള്ളവർക്ക് മാത്രം ഞാൻ സപ്ലൈ ചെയ്യുന്നത്. മറ്റേ ഹോൾസെയിൽ സപ്ലൈ അല്ലെങ്കിൽ ഞാനൊക്കെ കുറച്ചങ്ങ് മേടിക്കാന്ന് വിചാരിച്ചു.
താല്പര്യമുള്ളവർക്ക് കൊടുക്കപ്പെടും. ആണോ? ഓക്കെ ഓക്കെ. ഉറപ്പായിട്ടും. അല്ലാതെ അല്ലേ ബാക്കി ചോദിക്കണം എന്നോട്, അവർക്ക് മാത്രം ഇനി അല്ലേ അതാണ്. നൽകുള്ളൂ എന്നുള്ള. കാരണം നമ്മള് എല്ലാരും ആ വൈബ് പിടിക്കാൻ പറ്റിയ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ അജുവേട്ടനായിട്ടുള്ള സെറ്റിലൊക്കെ നമ്മൾ 100-100 അല്ല. ഇപ്പൊ നീ പറഞ്ഞ പോലെ ഞങ്ങള് പണ്ട് ധ്യാനം ഞങ്ങളാ നമ്മളൊരു മിസ് ചെയ്തിട്ട് കുറെ കാലം. ഇപ്പൊ നീരജ് വരുന്ന സെറ്റിൽ അതൊക്കെ വർക്കാ സെറ്റ് അല്ലേ? അവിടെ ഓക്കെയാണ്. ടോവി ഒക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെയാണ്. ഞങ്ങളുടെ പടത്തിലും അതെ. ഞങ്ങളുടെ പടത്തില് അത് ഇമ്പോർട്ടന്റ്. അത് പണ്ട് ഇവന് ബുദ്ധിയില്ലാത്തോണ്ട് പറ്റിപ്പോയത്. എവിടെ എന്ത് പറയേണ്ടത് ഒരു ധാരണ വേണമല്ലോ. പണ്ട് എല്ലായിടത്തും 100-100 ഇപ്പൊ അത് ഇച്ചിരി കാൽക്കുലേറ്റഡ് ആയി. അതെ ഓക്കെ. ഏത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? സ്റ്റേജ് പ്രോഗ്രാംസ് ആണോ, അല്ലെങ്കിൽ റാപ്പ് ചെയ്യുമ്പോഴത്തേനും യുവർ വേൾഡ് ആണ്, വേറെ ഒന്നും ചുറ്റൊന്നും കാണുന്നില്ല, സ്റ്റേജ് തകർക്കണം, അത് ആക്ടിങ് ആണോ? ഏത് ഏറ്റവും കൂടുതൽ എൻജോയബിൾ ആയിട്ട് ചെയ്യുന്നത്? ചെയ്യുമ്പം എൻജോയബിൾ സ്റ്റേജ് ആണ്. ഓക്കെ. കാരണം അത് നമ്മള് അവിടെ കംപ്ലീറ്റ് ക്രിയേറ്റീവ് ലിബർട്ടി, വി ആർ ദ കിങ് ഓഫ് ദാറ്റ് സ്പേസ്. അപ്പൊ അവിടെ നമ്മൾക്ക് കട്ട് പറയാനോ ആക്ഷൻ പറയാനോ നമ്മളെ കൺട്രോൾ ചെയ്യാനോ ഒന്നും ആരുമില്ല. അപ്പൊ അത് ഓൾസോ നമുക്ക് ഓഡിയൻസിന്റെ ഡയറക്റ്റ് ആയിട്ട് എൻഗേജ്ഡ് ആണല്ലോ അവരുമായിട്ട്. സിനിമയിൽ അതൊരിക്കലും പോസിബിൾ അല്ല. ഡയറക്റ്റ് റെസ്പോൺസ് അറിയാൻ പറ്റും ഓഡിയൻസിന്റെ. അപ്പൊ അതിനനുസരിച്ച് അവരപ്പം നമുക്ക് ഒരു യൂഫോറിക് എക്സ്പീരിയൻസിലോട്ട് പോകും, ഒരു ഹൈ വരും. അപ്പൊ അത് ഭയങ്കര രസമാണ്. പെർഫോം ചെയ്യുമ്പോ ഏറ്റവും രസം സ്റ്റേജ് ആണ്. മോളെ തന്നെ ഒരു അസിസ്റ്റന്റ് ആക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു ഓരോരോ വീഡിയോസില്. മോളാണല്ലോ ആക്സസറീസ് എടുത്ത് വീട്ടിൽ തന്നെ ഒരു അസിസ്റ്റന്റ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അവളാണ് ഇപ്പൊ മെയിൻ ക്യാരക്ടർ. എങ്ങനെ വരാതിരിക്കും, അച്ഛനെ കണ്ടല്ലേ പഠിക്കുന്നത്. ദീപ്തിയുടെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞു, ഡൊന്നിക്ക് എത്ര ഷൂസാ, നിങ്കൂന് അത്ര ഇല്ല. അവള് ഡ്രസ്സിംഗ് അപ്പ് ആണ് അവളുടെ മെയിൻ പരിപാടി. പുള്ളിക്കാരി തന്നെ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടാക്കും. ഓരോ സാധനമൊക്കെ എന്റെ ഡ്രസ്സൊക്കെ എടുത്തിടും. അത് എന്റെ ഇപ്പൊ ഒരു ടീഷർട്ട് ഇട്ടാ ഫുൾ ആയല്ലോ. അപ്പൊ അങ്ങനെ അതും എന്റെ ക്യാപ്പും ഷെയ്ഡ്സും ഒക്കെ ഇട്ടിട്ട് വീട്ടിൽ കൂടെ നടക്കും. അവര് പഴഞ്ചൊല്ലില്ല, മത്തം കുത്തിയ അതുപോലെ തന്നെ അതേ ടേസ്റ്റ് ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഇനി കാർ വല്ലതും മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കാലിക്കറ്റില് ഏലിയനായിരുന്നു. ഞാൻ കാലിക്കറ്റില് ഞങ്ങൾ എല്ലാരും കുറച്ച് അപ്ബീറ്റും ഫാഷൻ സെൻസ് ഉള്ളവരൊക്കെ ആയിരുന്നു. തലശ്ശേരി കാലിക്കറ്റ്. എവിടെയായിരുന്നു ഏലിയൻ? എവിടെയായിരുന്നു? നമ്മുടെ അടുത്ത് വന്ന് പഴഞ്ചന്മാരുടെ ഇടയിൽ വന്നു കഴിഞ്ഞപ്പോ മറ്റേ ഇതും മാത്രം ഇട്ടവർക്ക് മറ്റേ നോർമൽ ആൾക്കാർ, ബാക്കിയെല്ലാം മറ്റേ ഓവർ സൈസ്ഡ് ടാപ്പാപ്പന്റെ കുപ്പ എന്ന് പറഞ്ഞോണ്ടിരുന്ന ആൾക്കാർ. ഓവർ സൈസ് ഇപ്പൊ ഔട്ടായി. ഇപ്പൊ കറക്റ്റ് ഫിറ്റ് ആണ്. ഇപ്പൊ ഓവർ സൈസ്ഡ് ഇല്ലല്ലോ, ഇപ്പൊ ആരും ഇടാറില്ലല്ലോ. ഓക്കെ. ആൻഡ് നീരജ് കാർ എന്തെങ്കിലും മേടിക്കുന്നുണ്ടോ? നമുക്ക് പെട്ടെന്ന് മേടിക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ. ഒരു 2-3 പടം ചെയ്ത് കഴിഞ്ഞാൽ കാർ മേടിക്കായിരുന്നു. എന്നോട് ഇവരൊക്കെ ചോദിക്കാൻ പറ്റും, നീരജിന്റെ അടുത്ത പുതിയ കാർ ഏതാ എടുക്കണേ പ്രത്യേകം ചോദിക്കണം. അതാണ്. അപ്പൊ അത് ഞാൻ ഈ കാർ എടുക്കാൻ വേണ്ടി സിനിമ ചെയ്യുന്ന ഒരാളല്ല ഞാൻ. അതാണ് എന്റെ പ്രശ്നം. അപ്പൊ എനിക്ക് ഈ അങ്ങനെ മറ്റ് മെറ്റീരിയൽ പൊസഷൻസിന് വേണ്ടിയിട്ടും കുറച്ച് സിനിമ ചെയ്താൽ കൊള്ളാന്നൊക്കെ ഇപ്പൊ തോന്നുന്നുണ്ട്. എന്റെ പ്രശ്നം എന്ന് വെച്ചാല് എനിക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉള്ള പടങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെ ഒരുപാട് പടങ്ങളില്ല, ഈ പറയുന്ന പോലെ ഗ്യാപ്പുകൾ വരും. അപ്പൊ ഈ കാർ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇനി മോസ്റ്റ് ഫോക്കസ് ചെയ്യണം അല്ലേ, ഇനി ഇങ്ങനത്തെ പടങ്ങളൊക്കെ ചെയ്ത് അല്ലെ. എടുക്കാൻ വേണ്ടി പടം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഷൂ എടുക്കാനും അത് ഒരു പടം വെച്ച് കുറച്ച് ഷോ എടുക്കാൻ പറ്റും. ഒരു പടം വെച്ച് ഒരു 10-50 ഷോ എടുക്കാൻ പറ്റും. 50 ഷൂ ഒക്കെ അതൊക്കെ എടുത്ത് സെറ്റ് ആക്കാം. ഓക്കെ. ലാസ്റ്റ് ആയിട്ട് അജിഷേട്ടനോട് ഞാൻ ചോദിക്കണം, ഇപ്പൊ അജിഷേട്ടൻ സൂപ്പർ ഹീറോ മൂവിയിലും ആക്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പം മിന്നൽ മുരളിയിലും ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഈ പ്ലൂട്ടോ ഒരു ഏലിയൻ മൂവിയിൽ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിലൊരു ഡിഫറൻസ്, അല്ലെങ്കിൽ ഏതായിരുന്നു ഏറ്റവും എൻജോയബിൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പറയും? രണ്ട് ക്യാരക്ടറുണ്ട്, ടോട്ടലി രണ്ട് കഥകളുമാണ്. അതിലും മിന്നൽ മുരളിക്ക് സൂപ്പർ പവർ കിട്ടുകയാണ്, അതിലും അവനെന്ത് ശത്രുവാണ്. സത്യം. ഇതിലും അല്ലേ രണ്ടിലും എന്താ അറിയോ, രണ്ടും സിനിമ മാറുകയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചും കൂടി ഇങ്ങനത്തെ സിനിമകളെ വെൽക്കം ചെയ്യുന്നുണ്ട്. പണ്ട് ഇങ്ങനൊന്നും അങ്ങനെ ഇത്രയും ജോണേഴ്സ് എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല. അത് വളരെ പോസിറ്റീവ് ആയിട്ടൊരു കാര്യമാണ്. പ്ലൂട്ടോക്ക് എന്ന് ചിന്തിക്കാൻ പറ്റുമ്പോ ചിന്തിക്കാൻ പറ്റി, മിന്നൽ മുരളി ചിന്തിക്കാൻ പറ്റി. ഇതൊക്കെ ഒരു കഴിഞ്ഞൊരു ഡെക്കേഡിലെ
നമുക്ക് ഉണ്ടായിരുന്നു വൈദ്യർ കുട്ടിച്ചാത്തൻ തന്നാണ് പക്ഷെ അവിടുന്ന് പിന്നെ നമ്മള് കുറേ നാള് അത് ആ ജോണർ ഇല്ല എക്സ്പാൻഷനോ അല്ലെങ്കിൽ എക്സ്പ്ലോറേഷനോ ഒന്നും ചെയ്തില്ല. ചെയ്തില്ല. അതെ. ഇപ്പോഴത്തെ ഫിലിം മേക്കേഴ്സിനോട് എനിക്കുള്ള ഡീപ് റെസ്പെക്ട് അതാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ആദിത്യന്റെ ഇതുപോലെ തന്നെ നിവിൻ പോളി ആയിട്ടുള്ളതാണ് അല്ലെ നെക്സ്റ്റ്? അതില് നിങ്ങളൊക്കെ ഉണ്ടോ? അയച്ചേട്ടനുണ്ടോ? അറിയില്ല. അറിയില്ല. കിട്ടുവാണെങ്കിൽ ഞാൻ അല്ലെ. അതെ ആ സിനിമ വലിയ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ ഒരു അതെ 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 ഇതാണ്. അത് അതെ. നന്നായി വരട്ടെ. നന്നായി വരട്ടെ. ഓക്കെ. അതിന് മുന്നേ ജൂലൈ 13th 30th. സോറി 13 എന്റെ മനസ്സിൽ. ഓക്കെ. ജൂലൈ 13th നമ്മുടെ പ്ലൂട്ടോ തിയേറ്ററിൽ എത്തുകയാണ്. അപ്പൊ ഏലിയൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അത് ജൂലൈ 30-ാം തീയതി തിയേറ്ററിൽ എത്തുകയാണ്. അപ്പൊ നമ്മുടെ ഇഷ്ടപ്പെട്ട എല്ലാവരും തന്നെ മൂവിയിലുണ്ട്. അപ്പൊ അടിപൊളി ആവട്ടെ, സക്സസ്ഫുൾ ആകട്ടെ. ഞങ്ങൾ എല്ലാവരും ആ ദിവസം തിയേറ്ററിൽ ഉണ്ടാവും. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു. സോ മച്ച്. താങ്ക് യു.